ഡിസൈൻസ് ഈ വീഡിയോ കാണുക. ആകെ ആ റോഡാണുള്ളത്. അത് ഗഡ്കരിന്റെ റോഡായി. അതിന് 5000 കോടി ഉറുപ്പിക കൊടുത്തു എന്നുള്ളത് ശരിയാണ്. എന്താ പിന്നെ ഗഡ്കരിയുടെ നാഷണൽ ഹൈവേ നിങ്ങൾ ചെയ്യാഞ്ഞ്? ഇത് കൂട്ടിക്കെട്ടി 30 മീറ്റർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പോയതാണല്ലോ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്ന് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് രേഖയുണ്ടല്ലോ. അന്ന് സർവകക്ഷി യോഗം വിളിക്കുന്ന സമയത്ത് അവിടെ 45 മീറ്റർ ആകാമെന്ന് പറഞ്ഞത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാ. ഞങ്ങളെ ഇടതുപക്ഷ. എന്നാ പിന്നെ എന്താ നിങ്ങൾ അന്നെന്താ ഇത്? നിങ്ങളെല്ലാം മന്ത്രിമാരായിരുന്നല്ലോ. 30 മീറ്റർ 1 മീറ്റർ ഇല്ലാതെ നിങ്ങളെന്താ കൂട്ടിക്കെട്ടി പോയി? അന്ന് ഗഡ്കരി ഇല്ലായിരുന്നോ? അന്ന് BJP ഇല്ലായിരുന്നോ? എല്ലാവരും എല്ലാം കണ്ടില്ലേ? എല്ലാ LDF സർക്കാർ, എല്ലാ UDF സർക്കാർ. നിങ്ങളെ രണ്ടാളും വർത്തമാനം കേട്ടാലും കൈമുട്ടലും കണ്ടാൽ വിചാരിക്കൂ ഇപ്പോൾ അത് തുറന്നിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് പോകാമെന്ന്. നിങ്ങൾ രണ്ടാളും കൂടി ആസ്തി ഉണ്ടാക്കിയിട്ട് ആടിയടി നട്ടിട്ട് നമ്മളെ നാട്ടിൽ ഈ ദേശീയപാത കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരിൽ ഒരാളായ ഇന്ത്യൻ സിറ്റിസൻ്റെ ഐക്യ പ്രവർത്തിക്കുന്ന എന്താണെന്നറിയോ? കേരളത്തിലെ ലാൻഡ്സ്കേപ്പ് അനുസരിച്ചിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് ഈ നാട് മുറിച്ച് കിടക്കാൻ കഴിയില്ല. ഇപ്പോൾ ട്രെയിനായാലും 12 മണിക്കൂർ ഇരുന്നിട്ട് വേണം, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഇരിക്കാൻ 12 മണിക്കൂർ, കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്ന് വരുന്ന ഒരു മനുഷ്യൻ കേരള ബോർഡർ മുറിച്ച് കിടക്കാൻ ട്രെയിനിൽ തന്നെ 12 മണിക്കൂർ, അതും ചില സമയത്ത് കഴിയൂല. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് നിങ്ങളെന്താ വിചാരിക്കുന്നത്? നമ്മളെ നന്നാക്കാനാണ് ആ റോഡല്ലോ. അതിൻ്റെ സൈഡിലെ സർവീസ് റോഡ് പോലും നിങ്ങൾ വൃത്തിയാക്കാണ്ട് വെക്കുമെന്ന് നമുക്കറിയാം. കാരണം ഇന്ത്യൻ സിറ്റിസൺ ലോകം കറങ്ങിയവനാണ്. നിങ്ങളെ മന്ത്രിമാരെയും അവിടുന്ന് കണ്ടിന്. അപ്പോൾ അവരെല്ലാം പോയിട്ട് കൈ കൊടുക്കാൻ നിന്നിട്ടില്ല. കാരണം സ്വർഗത്തിൽ പോകുന്ന ടിക്കറ്റൊന്നും നിങ്ങൾക്കെല്ലാം കൈ തന്നാൽ അപ്പോൾ കണ്ടിട്ട് കൈ വന്ന് ചിരി വാസാക്കി മലയാളിൻ്റെ സ്വയം സ്ഥിരം പരിപാടി തലയാട്ടുക, ചിരിക്കുക. അതെന്നെ ആടിയും കാണിച്ചിട്ട് എന്നേരം തോന്നിയിട്ടില്ല ഇതെല്ലാം ഇങ്ങനത്തെ കള്ളന്മാരാണ്. അപ്പോൾ ചില മന്ത്രിമാർ പറയുന്ന വാക്കുകൾ കണ്ട് വിചാരിക്കേണ്ട. കാരണം ഇന്ത്യൻ സിറ്റിസൺ പട്ടാളത്തെ വിളിച്ചാൽ സുന്ദരമായിട്ട് വരാൻ അത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ പട്ടാളം കൂടി വന്നിട്ട് മതി ഇതിനെല്ലാം പിടിച്ചിട്ട് ഉള്ളിലിടൽ.